ഒരുപാട് പേര് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ പറയുന്ന ഒരു പ്രയാസമാണ് വസുവാസാണ് ഉസ്താദേ എന്ന്. എന്താണ് ഈ വസുവാസ്? വസുവാസിൻ്റെ മലയാള അർത്ഥം എന്താണ്? വസുവാസ് എങ്ങനെ ഉണ്ടാകും? വസുവാസ് എങ്ങനെ മാറ്റാം? വിശദമായി ഈ വീഡിയോയിലുണ്ട്, അവസാനം വരെ കണ്ടു നോക്കണേ. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രൂപത്തിലാണ് വസുവാസ് ഉണ്ടാവാറുള്ളത്. വുളുവെടുക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ചത് ശരിയായോ? വുളുവെടുക്കുന്ന സമയത്ത് കയ്യിൻ്റെ ഈ ഭാഗത്ത് വെള്ളം എത്തിയോ? വുളുവെടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ താടിയുടെ ഈ ഭാഗം നനഞ്ഞോ? അതുപോലെ ചിലർക്കുള്ളൊരു വസ്വാസാണ് നിസ്കരിക്കുന്ന സമയത്ത് കൈ കെട്ടുമ്പോൾ നിയ്യത്ത് വെച്ചോ? അതുപോലെ ഫാത്തിഹ ഓതി റുക്കൂഇലെത്തിയപ്പോൾ ഫാത്തിഹ ഓതിയത് ശരിയായോ? അതുപോലെ തന്നെ നിസ്കാരത്തിൽ 3-ാമത്തെ റക്അത്താണോ ഇത്, അതോ 4-ാമത്തെയാണോ, ഇനി 5-ാമത്തിലേക്കാണോ ഞാൻ പോകുന്നത്? ഇങ്ങനെ റക്അത്തുകളുടെ എണ്ണത്തിൽ പല വസ്വാസുകൾ. അതുപോലെ തന്നെ ചില സ്ത്രീകൾക്കുള്ള ഉമ്മമാർക്കുള്ള ഒരു സംശയമാണ്, ഒരു വസ്വാസാണ്, വാതിലടച്ചു കുറ്റിയിട്ടിരുന്നോ? വന്നു നോക്കും, കുറ്റിയിട്ടിട്ടുണ്ട്, വാതിലടച്ചിട്ടുണ്ട്, വീണ്ടും വന്ന് കിടക്കും, വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു സംശയം, വാതിലടച്ചോ കുറ്റിയിട്ടോ, വീണ്ടും വസുവാസ്. ഇങ്ങനെ പല പല വസുവാസുകൾ. പാത്രം കഴുകിയത് ശരിയായോ? അലക്കുമ്പോൾ അവിടെ തെറിച്ചിരുന്നോ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നജസ് ഇവിടെ പറ്റിയിട്ടുണ്ടോ? ഇങ്ങനെ 100 വസുവാസുകളാണ് പല ആളുകൾക്കുമുള്ളത്. ഇങ്ങനെയുള്ള വസുവാസുകൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? വിശദമായി ഈ വീഡിയോയിലുണ്ട്. ചില സഹോദരങ്ങൾ കമൻറ്റിലൂടെ പറയാറുണ്ട്, ഉസ്താദെ വസുവാസ് മാറാൻ ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്തു, ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി, എന്നിട്ടും ഇത് മാറുന്നില്ല. വസുവാസ് മാറാൻ മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞ 4 ഒറ്റമൂലികളുണ്ട്. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്ത് വസുവാസാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഇത് മാറും. ഈ 4 കാര്യങ്ങൾ കൊണ്ട് മാറും. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ വസുവാസ് മാറാൻ നിർദ്ദേശിച്ച 4 ഒറ്റമൂലികൾ ഏതൊക്കെയെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഒരു പ്രയാസമോ പ്രശ്നമോ ഇല്ലാതെ സുഖവും സന്തോഷവും സമാധാനവും അല്ലാഹു തആല പ്രദാനിക്കുമാറാവട്ടെ. രോഗങ്ങളുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്, ഒരുപാട് പേര് ദുആ ഇറക്കാൻ നമ്മുടെ കമൻറ്റിലൂടെ പറയാറുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകട്ടെ, ആമീൻ. ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് ഒരുപാട് ഉപ്പമാരും എഴുതുന്നൊരു കാര്യമാണ്, ഉസ്താദേ വസുവാസാണ്. ആ വസുവാസ് മാറാൻ ദുആ ഇറക്കണം. വസുവാസ് പല രൂപത്തിൽ, പല സമയത്ത്, പല ഭാവത്തിൽ വരും. ചില ആളുകൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് വസുവാസ്, വുളു എടുക്കുന്ന സമയത്ത് വസുവാസ്, പാത്രം കഴുകുന്ന സമയത്ത് വസുവാസ്, അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് ശേഷം വരുന്ന സമയത്ത് വസുവാസ്. ഇങ്ങനെ ഒരുപാട് വസുവാസാണ്. ആദ്യം എന്താണ് ഈ വസുവാസ് എന്ന് നമുക്ക് ഒന്ന് പഠിക്കാം. വസുവാസ് എന്ന് പറഞ്ഞാൽ അതൊരു അറബി പദമാണ്. പണ്ടുള്ള കാലങ്ങളിൽ ഉപ്പാപ്പമാരും വല്ലുമ്മമാരൊക്കെ പറയും, നീ വസുവാസാക്കല്ലേട്ടോ, നീ വസുവാസ് ചെയ്യല്ലേട്ടോ, ഇങ്ങനെ വസുവാസ് എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് വസുവാസ് എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു അറപ്പുള്ള, വെറുപ്പ് വരുന്ന ഒരു വാക്കായത് മാറി വസുവാസ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അത് ഒരു അറബി വാക്കാണ്. അതിൻ്റെ മലയാളം അർത്ഥം നോക്കിയാൽ നമുക്കതിൽ കാണാൻ പറ്റുന്നത് സംശയം. ഉണ്ടോ ഇല്ലയോ, ഉണ്ടാകുമോ, ചെയ്തോ ചെയ്തില്ലയോ, അങ്ങനെ ഒരു സംശയം ഉണ്ടാവുക. അതൊരു പൈശാചികമായ ഉപദ്രവമാണ്. ചിലപ്പോൾ ദുഷിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരിക, ഒരു ഊഹം വരിക. ഇതൊക്കെയാണ് വസുവാസിന് മലയാളത്തിൽ നമുക്ക് വെക്കാൻ പറ്റിയ അർത്ഥങ്ങൾ. അപ്പോൾ ഈ വസുവാസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അത് മാറ്റാനുള്ള പരിഹാര മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ്. വസുവാസിന് പറയുന്നത് ഒബ്സേഷൻ എന്നാണ്. ഒബ്സേഷൻ, ഒരു മനുഷ്യന് പെട്ടെന്നൊരു കാര്യം ഒരാളുടെ മനസ്സിലേക്ക് വന്നാൽ അതിന് ഐഡിയ എന്ന് പറയും. പെട്ടെന്നൊരാൾക്ക് ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നാൽ അത് എന്താ പറയുക, അത് ഐഡിയ എന്ന് പറയും. കുറച്ചൊന്ന് ചിന്തിച്ചിട്ടാണ് അയാളുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അതിന് തോട്ട് എന്നാണ് പറയുക. കുറച്ച് സമയം അയാൾ ഇങ്ങനെ ചിന്തിച്ച് അത് ആലോചിച്ചെടുക്കുന്നതിന് തിങ്കിങ് എന്ന് പറയും. ഇതിൻ്റെയും അപ്പുറത്താണ് വസുവാസ്, അതായത് ഒബ്സേഷൻ വരുന്നത്.
വസ്വാസ്, അതായത് അത് അങ്ങനെ വേണോ, അതിങ്ങനെ മതിയായിരിക്കും, അല്ലെങ്കിൽ അത് അങ്ങനെ ആയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതിനാണ് വസ്വാസ് എന്ന് പറയുക. വസ്വാസ് പല രൂപത്തിൽ വരാം. ചിലപ്പോൾ നമ്മുടെ നീയത്തുകളിൽ വസ്വാസ് ഉണ്ടാവാം, ചിലപ്പോൾ വിശ്വാസത്തിൽ വസ്വാസ് ഉണ്ടാവാം, ചിന്തകളിൽ വസ്വാസ് ഉണ്ടാവാം, നമ്മുടെ പ്രവൃത്തികളിൽ വസ്വാസ് ഉണ്ടാവാം. ഒരു കാര്യം അത് ശരിയായോ ഇല്ലയോ, അത് ചെയ്തിരുന്നോ ചെയ്തില്ലയോ, ഇങ്ങനെ പല പല വസ്വാസുകൾ പല രൂപത്തിൽ പല ഭാവത്തിൽ ഓരോ മനുഷ്യനെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല വസ്വാസിൽ നിന്നും നമുക്കെല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പല ആളുകളും ചോദിക്കുന്നു, ഉസ്താദേ, ഈ വസ്വാസ് എന്ന് പറഞ്ഞാൽ അത് ശൈത്വാനിൽ നിന്നുണ്ടാകുന്നതാണോ? അങ്ങനെ ചോദിക്കാറുണ്ട്. വസ്വാസ് അത് മാനസികമാവട്ടെ ശാരീരികമാവട്ടെ, മാനസികമായിട്ടുണ്ടായാലും ശാരീരികമായിട്ടുണ്ടായാലും ഇതെല്ലാം ചെന്നെത്തുന്നത് പൈശാചികമായ ഉപദ്രവത്തിലാണ്. പൈശാചികമായ ഒരു ഉപദ്രവമാണ് വസ്വാസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഈമാനുള്ള മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, ആ മനുഷ്യന് അല്ലാഹു തആല അവനിക്ക് കൊടുത്തിട്ടുള്ള ഈമാൻ ഇങ്ങനെ പരീക്ഷിക്കുകയാണ് വസ്വാസിലൂടെ. അതായത് ചില ആളുകളെ ശൈത്വാന് വൻപാപങ്ങളിലേക്ക് കൊണ്ടുപോവാൻ പറ്റാതെ വരുമ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളും വസ്വാസുകളും ഇട്ടുകൊടുത്ത് അവൻ്റെ ഈമാൻ ഇല്ലാതാക്കി കളയുന്ന ഒരവസ്ഥയാണ് വസ്വാസ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ചില ആളുകൾക്ക് വുദൂഇൻ്റെ സമയത്തായിരിക്കും ഒരുപാട് വസ്വാസ് ഉണ്ടാവുക. കൈ കഴുകുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഔദു പറഞ്ഞോ, വീണ്ടും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെയും സമയം ഔദു പറഞ്ഞിരുന്നോ, പിന്നെ ആ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വെള്ളം ടാപ്പ് ഇങ്ങനെ തുറന്നിട്ടാണ് ഇങ്ങനെ ഈ ഔദു ബില്ലാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്ക് മുഖം കഴുകി കഴിഞ്ഞാണ് അല്ലാഹ് നിയ്യത്ത് വെച്ചില്ലല്ലോ, വീണ്ടും ആദ്യം തൊട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇങ്ങനെ വസ്വാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചില ആളുകൾ കൈ ഇങ്ങനെ കഴുകി തല ഇങ്ങനെ തടകുമ്പോൾ കൈയിൻ്റെ ഈ ഭാഗം ശരിയായോ, കഴുകിയായിരുന്നോ, വീണ്ടും കൈ ഇങ്ങനെ കഴുകും, എന്നിട്ടും വീണ്ടും തല തടകും. അപ്പോഴും വീണ്ടും ചിന്തിക്കും മുഖം കഴുകുമ്പോൾ ഈ താടിയുടെ ഭാഗം നനഞ്ഞിരുന്നോ, വീണ്ടും മുഖം കഴുകും. ഇങ്ങനെ വസ്വാസ് പല രൂപത്തിൽ. അവസാനം കാലൊക്കെ കഴുകി പള്ളിയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കാലിൻ്റെ പുറകുഭാഗം വുളുവെടുത്തപ്പോൾ നനഞ്ഞിരുന്നോ, വീണ്ടും അയാൾ വുളുവെടുക്കാൻ പോകും. ഇങ്ങനെ വസ്വാസ് ഇങ്ങനെ പല രൂപത്തിൽ വരും. ചില ഉമ്മമാർക്ക്, സ്ത്രീകൾക്ക് വസ്വാസ് വരുന്നത് എങ്ങനെയെന്നറിയോ? ഭർത്താവ് ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്ത് അപ്പോഴായിരിക്കും വസ്വാസ്. എങ്ങനെയാ? അല്ലോ, ഭർത്താവിന് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ? ഒരു കുഴപ്പമില്ല മൂപ്പർക്ക്, പക്ഷെ ഇവർക്ക് ഇങ്ങനെ വസ്വാസാ, എന്തെങ്കിലും പറ്റി കാണുമോ, അല്ലെങ്കിൽ മക്കളിങ്ങനെ പുറത്തേക്ക് സൈക്കിളുമായിട്ട് ഇറങ്ങിയാൽ അവനിക്ക് എന്തെങ്കിലും പറ്റി കാണുമോ, ഇങ്ങനെ ഒരു വസ്വാസ്. ചിലപ്പോൾ ഭർത്താവിനെ ഫോൺ വിളിക്കും, എവിടെ എത്തി, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഫോൺ വെക്കും. വീണ്ടും സംശയം, അല്ലാഹ് എന്തെങ്കിലും പറ്റി കാണോ, വീണ്ടും ഫോൺ വിളിക്കും. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ, വേണ്ടപ്പെട്ടവർ പുറത്തേക്ക് ഇറങ്ങിയാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു വസ്വാസ് പല സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. പിന്നെ ജനാബത്തുകാരി അല്ലെങ്കിൽ ഹൈലുകാരി, അവരെ കുളിക്കുന്ന സമയത്ത് പല വസ്വാസാണ്. കുളി ശരിയായോ, നിയ്യത്ത് വെച്ചിരുന്നോ, അവിടെ നനഞ്ഞോ ഇവിടെ നനഞ്ഞോ, മൂക്കിൻ്റെ ഉള്ളിൽ നനഞ്ഞോ, ചെവിയുടെ ഉള്ളിൽ നനഞ്ഞോ, ശരിയായോ ഇല്ലയോ, ഇങ്ങനെ ഭയങ്കര വസ്വാസ് ഉണ്ടാകും. ചില ആളുകൾക്ക് വസ്ത്രം അലക്കുമ്പോൾ ഇപ്പോൾ ഒരു നജസായ ഒരു വസ്ത്രം, നജസായ മൂത്രം പറ്റിയ, നമ്മുടെ കുട്ടികളുടെ മൂത്രം പറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലും നജസ് പറ്റിയ ഒരു വസ്ത്രം നമ്മൾ അലക്കുകയാണ്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ പോയിട്ട് നമ്മൾ ആ നജസ്സുള്ള ഭാഗം നല്ലതുപോലെ കഴുകണം, നല്ലതുപോലെ ശുദ്ധിയാക്കി കഴുകണം. എന്നിട്ടാണ് മറ്റു വസ്ത്രങ്ങളുടെ കൂടെ ഇട്ടിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലാണെങ്കിലും മറ്റു ബക്കറ്റിലാണെങ്കിലും മറ്റു വസ്ത്രങ്ങളുടെ കൂടെ ഇട്ട് അലക്കുമ്പോൾ ആദ്യം നജസ്സുള്ള വസ്ത്രങ്ങൾ മാറ്റി വെച്ച് ഒന്ന് കഴുകി ശുദ്ധിയാക്കിയിട്ട് വേണം നമ്മൾ മറ്റു വസ്ത്രങ്ങളോടൊപ്പം അലക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നജസായ വസ്ത്രം ഇങ്ങനെ കഴുകി ശുദ്ധിയാക്കി, പക്ഷെ വീണ്ടും സംശയം, ഇത് നജസ് പോയി കാണോ, പോയി കാണോ, വീണ്ടും സംശയം. ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക. ചില ആളുകൾക്ക് നിസ്കാരത്തിൽ കൈ കിട്ടുമ്പോൾ അല്ലേ, അല്ലാഹു ഇങ്ങനെ പല പല വസ്വാസാണ്. കൈ കെട്ടി ശരിയായോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് ആ കാഫ് ശരിയായോ, ഇങ്ങനെ പല പല സംശയമാണ്. വീണ്ടും കാണാം സംശയം, അതായത് വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ സംശയം. ഖുർആൻ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ, ഹ ആണോ ഞാനിവിടെ പറഞ്ഞത് അതോ ഹ ആണോ പറഞ്ഞത്, ഇങ്ങനെ ഓരോ ആയത്ത് ഓതുമ്പോഴും ഇങ്ങനെ സംശയം വസ്വാസ് വന്നുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് ചെളിയിലൂടെ പോയാൽ, ചെളിയുടെ ഭാഗത്തിലൂടെ പോയാൽ അല്ലെങ്കിൽ ഒരു ബാത്റൂമിൻ്റെ അരികിലൂടെ പോയാൽ
അല്ലെങ്കിൽ ഒരു പശു നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു മൃഗം നിൽക്കുന്നു, അതിൻ്റെ സൈഡിലൂടെ പോയാൽ അതിൻ്റെ കാഷ്ടമോ മൂത്രമോ എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചിട്ടുണ്ടോ? സംശയം. ഇങ്ങനൊരു സംശയമാണ്. ചില ആളുകൾക്ക് മലമൂത്ര വിസർജനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കഴുകിയത് ശരിയായോ, ഇനി അവിടെ നിന്ന് എന്തെങ്കിലും എൻ്റെ വസ്ത്രത്തിലേക്കോ ശരീരത്തിലേക്കോ തെറിച്ചിട്ടുണ്ടോ? വീണ്ടും സംശയം. ഇങ്ങനെ ഒരുപാട് 100 വസ്വാസ്, ഇതൊക്കെ കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ 100 വസ്വാസുകൾ പല ആളുകൾക്കും പല രൂപത്തിലാണ് ഉണ്ടാവുക. ചില ഉമ്മമാർക്ക് ഇതൊന്നുമില്ല. വസ്വാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ ഉണ്ടാകുന്നത് കിടക്കുന്ന സമയത്ത് കിടന്നു കഴിഞ്ഞാൽ അല്ലാഹ് 1 മണിയാകുമ്പോൾ എഴുന്നേക്കും, വാതിലടച്ചോ, വന്ന് നോക്കും, വാതിലടച്ചു. വീണ്ടും വന്ന് കിടക്കും, 1:30 ആകുമ്പോൾ എഴുന്നേക്കും, വാതിലടച്ചോ, വീണ്ടും വന്ന് നോക്കും. ഇങ്ങനെ വാതിലടച്ചോ വാതിലടച്ചില്ല, ആ ഒരു സംശയം. 1-2 ദിവസമാണെങ്കിൽ കുഴപ്പം. ഇത് എല്ലാ ദിവസവും ഇത് തന്നെയാണ്. ഇപ്പോൾ സംശയമുണ്ടാകും, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ ഒളു എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈ കഴുകി നീയത്തൊക്കെ വെച്ചിങ്ങനെ മുഖം കഴുകി കൈ കഴുകി തല ഇങ്ങനെ തടകുന്ന സമയത്തല്ലോ നീയത്ത് വെച്ചിരുന്നോ, സംശയമുണ്ടല്ലോ. അപ്പോൾ വീണ്ടും അയാൾ ഒളു എടുക്കുകയാണ്. ഇത് ഒരു ദിവസമാണ് സംഭവിച്ചത് എങ്കിൽ അത് വസ്വാസല്ല. ഇതിങ്ങനെ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വസ്വാസ്. അല്ലാഹു കാക്കുമാറാവട്ടെ. ഇനി മറ്റൊരു ഗൗരവമുള്ള കാര്യം പറയാനുള്ളത്, ഇങ്ങനെ വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി വന്ന് കൈ കെട്ടും, അല്ലാഹു അല്ലാഹു അല്ലാഹ്. ചില ആളുകൾ ഫാത്തിഹ ഓതുമ്പോൾ അങ്ങനെ ആ ഒരു വാക്ക് ശരിയാവാൻ വേണ്ടി പല പ്രാവശ്യം എടുത്തോതുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഒരു അരോചകമുണ്ടാകും. പക്ഷെ എന്നാലും അവരെ നമ്മൾ ആ ഒരു പേര് പറഞ്ഞ് കളിയാക്കരുത്. കളിയാക്കിയാൽ അങ്ങനെ ഒരു വസ്വാസ് നമ്മുടെ ജീവിതത്തിലും അല്ലാഹു നൽകി, എന്നിട്ടേ നമ്മളെ മരിപ്പിക്കുകയുള്ളൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ മറ്റൊരാളെ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ, എന്ത് കാര്യത്തിൻ്റെ പേരിലാണോ പരിഹസിച്ചത്, അവൻ മരിക്കുന്നതിന് മുമ്പ് ഈ കാര്യം അവനേക്ക് കൊടുക്കുമെന്നാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പരിഹസിക്കാൻ പാടില്ല. ചില ആളുകൾക്ക് വല്ലപ്പോഴുമാണ് വസ്വാസ് ഉണ്ടാവുക, വല്ലപ്പോഴും സംശയമുണ്ടാകും, അത് വസ്വാസല്ല. നമ്മൾ പറഞ്ഞതുപോലെ സ്ഥിരമായി ചെയ്യുകയാണെങ്കിലാണ്, സ്ഥിരമായി എല്ലാ ദിവസവും ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് വസ്വാസ് എന്ന് പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വല്ലപ്പോഴും വസ്വാസ് ഉണ്ടാകുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വല്ലപ്പോഴും വസ്വാസ്, വല്ലപ്പോഴും വുളു എടുക്കുമ്പോൾ ഒരു സംശയം, നിയത്ത് ശരിയായോ, വല്ലപ്പോഴും ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്തൊരു സംശയം, തക്ബീറത്തുൽ ഇഹ്റാം ശരിയായോ എന്ന ഒരു സംശയം വല്ലപ്പോഴും ഉണ്ടായാൽ അവരവിടെ ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതണമെന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അത് ഓതണമെന്നാണ്. അതെന്തിനാ? വസ്വാസ് ഉണ്ടെങ്കിൽ അത് മാറാനാണ്. ഒരുപാട് ധാരാളമായി വിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് വസ്വാസ് തീരെ കുറയുമെന്ന് പോലും നമുക്ക് കിതാബുകളിൽ കാണാം. ഇനി എല്ലാ സമയത്തും വസ്വാസ് ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ എല്ലാ സമയത്തും നിസ്കാരത്തിലുണ്ടാകും, വുളൂയിലുണ്ടാകും, ബാത്റൂമിൽ കയറുമ്പോൾ ഉണ്ടാകും, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുണ്ടാകും, അതുപോലെ തന്നെ പാത്രം കഴുകുമ്പോൾ, ഇങ്ങനെ എല്ലാ സമയത്തും വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണോ എൻ്റെ വീഡിയോ കാണുന്നത്, അവരോട് പറയട്ടെ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അവരോട് പറയട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് 4 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. 4 കാര്യങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് വസ്വാസ് മാറും. അതെന്താണെന്ന് വിശദമായി നമുക്ക് പറയാം. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ തആല തജാവസ അൻ ഉമ്മത്തി മാ വസ്വസത് ബിഹി സുദൂറുഹാ മാ ലം തഅമൽ ബിഹി ഔ തതകല്ലം. വസ്വാസ് ഉണ്ടാവുക, സംശയമുണ്ടാവുക, അത് മനുഷ്യ പ്രകൃതമാണ്. ഒരു സംശയവുമില്ലാത്ത ഒരാളും ലോകത്തുണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടാകും, ഒരു വസ്വാസ് ഉണ്ടാകും. അപ്പോൾ ആ വസ്വാസ് ഉണ്ടാകുമ്പോൾ അതങ്ങോട്ട് വിട്ടേക്കുക, അതിൻ്റെ പുറകെ അങ്ങോട്ട് പോവണ്ടെന്നാണ്. അതിൻ്റെ പുറകെ പോയി വസ്വാസിനെ ഒരു മനസ്സിലൊരു കാര്യം തോന്നിയാൽ പിന്നെ അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, റിപ്പീറ്റായി. അതായത് ആദ്യം ഒന്ന് കൈ കഴുകി ഒതു എടുത്തതാണ്, വീണ്ടും സംശയം നീയത്തെടുത്തോ, വീണ്ടും കൈ കഴുകി ഒതു എടുത്തു, വീണ്ടും സംശയം, ഇങ്ങനെ ആ വസ്വാസിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്ന കാലത്തോളം അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കില്ലെന്നാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. 1-2 ദിവസമൊക്കെ വസ്വാസ് ഉണ്ടായി, അതങ്ങോട്ട് വിട്ടുകളഞ്ഞു എങ്കിൽ കുഴപ്പമില്ല. ഇത് വസ്വാസിൻ്റെ പുറകെ ഇങ്ങനെ പോയാൽ
അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാക്കുമാറാവട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വസ്വാസുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ ഒരു പൈശാചികമായ ഉപദ്രവം മാറാൻ 4 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് അൽ ഇഅറാദു അൻ, അതായത് ആ കാര്യത്തെ തൊട്ട് അവൻ പിന്തിരിഞ്ഞ് കളയണം. നെവർ മൈൻഡ് ആക്കണം, അത് മനസ്സിൽ ഉറപ്പിക്കണം. ഇപ്പോൾ നിസ്കാരത്തിൽ കൈകെട്ടി, നിയത്തൊക്കെ വെച്ച് കൈകെട്ടി അയാൾ ഫാത്തിഹ ഓതി റുക്കൂയിൽ നിൽക്കുന്ന സമയത്ത് അല്ലാ പടച്ചോനെ ഞാൻ ഈ ളുഹർ നിസ്കാരത്തിൻ്റെ നിയത്ത് വെച്ചില്ലല്ലോ അല്ലാ എന്ന് മനസ്സിൽ വസ്വാസ് ഉണ്ടായാൽ, എന്ന് മനസ്സിൽ തോന്നിയാൽ വിട്ട് കളഞ്ഞേക്കണം. ഞാൻ നിയത്ത് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് ബാക്കി അങ്ങോട്ട് നിസ്കരിച്ചേക്കണം. ആ വസ്വാസ് ശൈത്താൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ശരിയായോ എന്ന ചിന്ത വന്നാൽ, ശരിയായോ, അപ്പോൾ കൈ കെട്ടിയത് ശരിയായോ, ഉളു എടുത്തത് ശരിയായോ എന്ന ചിന്ത വന്നാൽ ശരിയായില്ല എന്ന ചിന്തയിലേക്ക് പോവാതെ ശരിയായി എന്ന ചിന്തയിലേക്ക് വരണം. എങ്ങനെ ഒന്നുകൂടെ പറയാം. ഒരു കാര്യം ചെയ്തത് ശരിയായോ എന്ന ചിന്ത വന്നാൽ ശരിയായില്ല എന്ന ചിന്തയിലേക്ക് പോവാതെ ശരിയായി എന്ന ചിന്തയിലേക്ക് പോകണം. ഇത് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞതാണ്. വളരെ ക്ലിയറാണ്. ആദ്യം ഒരു പക്ഷേ ഇങ്ങനെ നടക്കില്ല. അല്ലോ ഉസ്താദേ, ഇത് വുളു എടുത്തത് ശരിയായോ ഇല്ലയോ എന്നുള്ള സംശയം ശരിയായില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്, ശരിയായി എന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന ഒരു ചിന്ത നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരൂല. ശരിയായി എന്ന ചിന്ത നമുക്ക് പെട്ടെന്ന് വരൂല. ഉറപ്പിക്കണമെന്നാണ്. ഞാൻ ബാത്റൂമിൽ നിന്ന് എല്ലാം ശുദ്ധിയാക്കി പുറത്തിറങ്ങി ആ ബാത്റൂമിലെ വെള്ളം എൻ്റെ ശരീരത്തിൽ തെറിച്ചിട്ടുണ്ടാകുമോ ഇല്ല എന്ന് തന്നെ ഉറപ്പിക്കണം. തെറിച്ചിട്ടില്ല, ആ ഒരു സംശയം കൊണ്ടുവരുന്നത് പിശാചാണ്. അതുപോലെ നീയത്ത് വെച്ചു, അല്ലാഹു അക്ബർ, കൈ കെട്ടിക്കഴിഞ്ഞു, നീയത്ത് ശരിയായോ, ആ ചിന്ത വേണ്ട. ചിന്ത വന്നാൽ ശരിയായി എന്നതിലേക്ക് നമ്മൾ ഉറപ്പിക്കണമെന്നാണ്. വലിയ അശുദ്ധിക്കാരൻ അയാൾ, അല്ലെങ്കിൽ ജനാപത്തുകാരി, അല്ലെങ്കിൽ ഹൈലുകാരി, അവർ കുളിക്കുന്ന സമയത്ത് കുളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ അല്ലോ നീയത്ത് വെച്ചിരുന്നോ, അങ്ങനൊരു സംശയം ഉണ്ടാകും. നീയത്ത് വെച്ചായിരുന്നോ സംശയം ഉണ്ടാകും. നീയത്ത് വെച്ചു എന്ന് തന്നെ അങ്ങോട്ട് ഉറപ്പിക്കണമെന്നാണ്. ഇനി എല്ലാം നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ കാലിൻ്റെ പുറകുഭാഗം നനഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഒരു സംശയം വന്നാൽ നനഞ്ഞു എന്നങ്ങോട്ട് ഉറപ്പിക്കണമെന്നാണ്. അപ്പോൾ ഇതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക? ഉറപ്പിക്കണമെന്നാണ്. ഒരു മഹാൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വസ്വാസുണ്ട്, അതായത് വുളു എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നും ഞാൻ വുളു എടുത്തിട്ടില്ല. വുളു എടുത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് തോന്നും ഞാൻ വുളു എടുത്തിട്ടില്ല, പിന്നെയും ഞാൻ പോയി വുളു എടുക്കും. ഇതെനിക്കൊരു വസ്വാസാണ്, എന്താണ് എന്നെ പറ്റിയുള്ള അഭിപ്രായമെന്ന് ഒരു മഹാൻ്റെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ച സമയത്ത് ആ മഹാൻ പറഞ്ഞു കൊടുക്കുന്നത്, നിനക്ക് നിസ്കാരവും നിർബന്ധമില്ല, വുളുവും നിർബന്ധമില്ല. അയാൾക്ക് ദേഷ്യമായി, ഇതെന്താ പറയുന്നത്, ഞാനിവിടെ ഒരു മസ്അല ചോദിച്ച സമയത്ത് ഇയാൾ നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ശരിയാകും? ആ സമയത്ത് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തത്, നിനക്ക് വുളു എടുത്തു എന്ന് ഉറപ്പാണ്, എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു സംശയമല്ലേ എന്ത് വുളു എടുത്തോ എന്നുള്ളത്? അതേ സംശയമാണ്. അപ്പോൾ ആ സംശയം എന്ത് ചെയ്യുന്നു? നീ ഉറപ്പിക്കുന്നു, അതായത് ഞാൻ വുളു എടുത്തിട്ടാണ് വന്നത്, എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ്, ഇതൊക്കെ ഉറപ്പാണ്, എന്നിട്ടൊരു സംശയം ഞാൻ വുളു എടുത്തോ? അതൊരു ഭ്രാന്തൻ്റെ സംശയമാണ്. അതുകൊണ്ട് ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തനായ ആൾക്ക് നിസ്കാരം നോമ്പെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നീ ഭ്രാന്തനാവരുതേ എന്ന് ആ മഹാൻ ഇയാൾ ഉപദേശിക്കുകയാണ്. സംശയം വന്നാൽ നമ്മൾ ഉറപ്പിക്കണം, എന്ത്, ഞാൻ ചെയ്തിട്ടുണ്ട്, ശരിയായിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ വേണം. രണ്ടാമതായി ഒരു ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ദിക്ർ വിശുദ്ധമായ ഹദീസിൻ്റെ കിതാബുകളിൽ അതുപോലെ മഹത്തുക്കളായ ഉലമാക്കളൊക്കെ നമുക്ക് പറഞ്ഞു തരുകയാണ്. വസ്വാസുള്ള ആളുകൾ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫഅൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതാണ് ആ ദിക്ർ. ഒന്നുകൂടി പറയാം. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫഅൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ
അലിയ്യിൽ അദീം. സ്ക്രീനിൽ കാണാം, ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്നിച്ച് പറഞ്ഞേ. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫആൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഈ മഹത്തരമായ ഈ ദിക്ർ എന്ത് ചെയ്യണം? 33 പ്രാവശ്യം രാവിലെയും വൈകിട്ടും പറഞ്ഞ് 2 കൈകളിലേക്കും ഇശ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് ശരീരത്തിൽ മുഴുവനും തടവണം. ഈ ദിക്ർ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ഫആൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അപ്പോൾ ഈ ദിക്ർ മറന്നു പോവണ്ട. വസുവാസുള്ള ആളുകളെ, നിങ്ങളുടെ ആ വസുവാസ് മാറാൻ ഈ ദിക്ർ മതിയാകുന്നതാണ്. അത് എല്ലാ ദിവസവും 33 പ്രാവശ്യം മറന്നു പോവരുതേ. മൂന്നാമതായി ചെയ്യാനുള്ളത് സൂറത്തുൻ നാസ്. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സൂറത്താണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അല്ലേ, വസുവാസ് ഉണ്ടാക്കുന്ന ഖന്നാസ് എന്ന് പറയുന്ന ശൈത്വാന്റെ ശർറിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ സൂറത്തു നാസ് അത് വസുവാസ് മാറാൻ ഏറ്റവും നല്ല കാര്യമാണ്. അതെന്ത് ചെയ്യുക? സൂറത്തു നാസ് എല്ലാ ദിവസവും മുടങ്ങാതെ കഴിയുന്നത് എത്രയാണോ പറയുക, കഴിയുന്നത് എത്രയാണോ അത് ഓതുക. സൂറത്തു നാസ് അത് ഓതിക്കൊണ്ടിരിക്കുക. അത് ഓതിയിട്ട് ഇടയ്ക്ക് നെഞ്ചിലേക്ക് ഊതണമെന്നാണ്. അതുപോലെ സൂറത്തുൽ ജുമുഅ ഉണ്ടല്ലോ, നമ്മളൊക്കെ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ ജുമുഅ, ആ ജുമുഅ സൂറത്ത് എന്ത് ചെയ്യുക? സ്ഥിരമായി ഓതിയാലും ഈ വസുവാസിൻ്റെ പ്രയാസം മാറുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം, ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം. ഈ ഇസ്മ 101 തവണ 21 ദിവസം അത് ഓതുകയും ശരീരത്തിൽ അത് ഓതി 2 കൈകളിലേക്ക് ഊതിയിട്ട് ശരീരത്തിൽ തടവണമെന്നാണ്. 101 പ്രാവശ്യം 21 ദിവസം തുടർച്ചയായി. മറന്നു പോകരുത്. ഏതാണ് ആ ഇസ്മ? യാ ഖുദ്ദൂസു യാ സലാമു യാ അല്ലാഹ്. നമുക്കറിയാവുന്ന ഇസ്മുകളാണ്. യാ ഖുദ്ദൂസു, അല്ലേ, അള്ളാഹു പരിശുദ്ധനായ അള്ളാഹുവേ, ഏറ്റവും പരിശുദ്ധനായ അള്ളാഹുവേ. യാ സലാമു, രക്ഷ നൽകുന്ന അള്ളാഹുവേ, ഈ വസുവാസിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ല, എനിക്ക് നീ രക്ഷ നൽകണേ അല്ല എന്നർത്ഥം വരുന്ന യാ ഖുദ്ദൂസു യാ സലാമു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ നമ്മൾ നിത്യമായി പറയുക. 21 ദിവസം 101 പ്രാവശ്യം വീതം പറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ഊതണമെന്നാണ്. വസുവാസുകൾ മാറാൻ ഈ 4 കാര്യങ്ങൾ മതിയായതാണ്. അല്ലാഹു തആല ഇത് വസുവാസുള്ള ആളുകൾക്ക്, അതല്ലാത്തവർക്കും ഇത് ഇല്ലാതിരിക്കാൻ, വസുവാസ് ഇല്ലാതിരിക്കാൻ ഇത് ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം നമ്മളോട് ഈ വസുവാസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും ഖൈറും സന്തോഷവും ജീവിതത്തിൽ ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിത്തരുമാറാവട്ടെ. അല്ലാഹു തആല മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.